എവ്രിവൺ. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്നത്. നമുക്ക് അത് നോക്കിയാലോ? അതിനു മുൻപേ ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റു ചില കാര്യങ്ങൾ പറയട്ടെ. നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയമെന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ടെക്നോളജീസ് വളർന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ കേസ് വരുവാണെങ്കിൽ നിങ്ങൾ വളരെ കുഞ്ഞു നാൾ തൊട്ടേ ഈ കാര്യങ്ങളെല്ലാം കണ്ട് നല്ല ശീലമായവരാ. അപ്പം നിങ്ങൾ പറ, എന്തിനായിരിക്കാം ഈ റോബോട്ടിനെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഒന്നാലോചിച്ച് നോക്കിയേ. മനുഷ്യന്മാർ കുറേ സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട്, നമ്മളുടെ ജോലിഭാരം കുറയ്ക്കാനായിട്ടും ചെറിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്തു തീർക്കാനും വേണ്ടിയിട്ടൊക്കെയാണല്ലേ നമ്മൾ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തെടുത്ത് ആ റോബോട്ടിനെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു റോബോട്ടിനെ പറ്റിയിട്ടുള്ള എന്തോ ആണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് വായിച്ചു നോക്കാം. ഒരു സണ്ണി മോർണിംഗിലാണ് ഈ കഥ നടക്കുന്നത്. സണ്ണി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ആ ഒരു സൺലൈറ്റ് ഇല്ലേ, ഗോൾഡൻ കളറുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള സൺലൈറ്റ്. വൈബ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഭംഗിയുള്ള തരത്തിലുള്ള ഒരു സൺലൈറ്റ്. ആ സൺലൈറ്റിനെ കുറിച്ച് പറയാതെ വയ്യ. ഈ സൺലൈറ്റ് ആ സ്ട്രീറ്റ്സിൽ മൊത്തത്തിൽ ഡാൻസ് ചെയ്യുന്ന കണക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്ത് കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ആ സൺലൈറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വീടുകളുടെ മുകളിൽ ഈ റൂഫിൻ്റെയൊക്കെ ടോപ്പൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഈ സൺലൈറ്റ് വന്ന് പതിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹ്യൂസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സ്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് റൂഫിൻ്റെയൊക്കെ ടോപ്പ് നോക്കുമ്പം സൂര്യൻ്റെ ഇങ്ങനെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എന്ത് നല്ല മനോഹരമായിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല, എയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള എയറാണ്. ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള തരത്തിലുള്ള, നിങ്ങൾക്ക് ഊർജം തരുന്ന, നിങ്ങളെ ഉന്മേഷവാനാക്കുന്ന തരത്തിലുള്ള എയറാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഈ സൂര്യനെ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഈ സൂര്യൻ്റെ വെളിച്ചം പതുക്കെ നമ്മളുടെ റിക്കി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുണ്ട് ഇതിനകത്ത്. റിക്കിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ഈ റിക്കിയുടെ റൂമിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒളിഞ്ഞു നോക്കുന്ന പറയുന്നു. എന്ന് വെച്ചാൽ റിക്കിയുടെ റൂമിലേക്ക് ആ സണ്ണിൻ്റെ ലൈറ്റ് എത്തുന്നുണ്ട്. അപ്പം റിക്കിയാണ് മെയിൻ ക്യാരക്ടർ. റിക്കി പക്ഷേ ഉറക്കമൊന്നും എഴുന്നേറ്റില്ല. രാവിലെ സമയമാണെങ്കിലും റിക്കി ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. അവനൊരു 11 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ്. ഇനി അടുത്തതായിട്ട് പറയുന്ന റിക്കി താമസിക്കുന്ന വീടിനെ പറ്റിയിട്ടാണ്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, അതായത് മോഡേൺ ടെക്നോളജീസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള എന്ത് വേണോ ആ സാധനങ്ങളൊക്കെ അവിടെ കാണും ജീവിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള മോഡേൺ ടെക്നോളജീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ്, ഒരു ലവ്ലി ആയിട്ടുള്ള ഒരു വീട്ടിലാണ് റിക്കി താമസിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ടെക്നോളജീസും കാര്യങ്ങളും ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ റിക്കി എന്ന് പറയുന്നത് കുറച്ച് ഹാബിറ്റ് വൈസ് കുറച്ച് പുറകോട്ടാണ്. അത്രയ്ക്ക് വൃത്തിയും വെടുപ്പും ഇല്ലാത്തൊരു പയ്യനാണ്. അവിടെ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു സെൻറ്റൻസ് കണ്ടോ, ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്. സ്ലോവൻലി എന്ന് പറഞ്ഞാൽ ഇതേപോലെ വൃത്തിയും വെടുപ്പും ഇല്ലാത്ത, മാനേഴ്സ് ഒന്നും കീപ്പപ്പ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പയ്യൻ. അപ്പോൾ അതാണ് റിക്കി എന്ന് പറയുന്നത്. ഈ റിക്കി കാണിക്കുന്ന വൃത്തിയില്ലായ്മയ്ക്കൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത് റിക്കിയുടെ അമ്മയാണ്. ഈ വലിച്ചെറിയുന്ന ഡ്രസ്സ് മൊത്തം ആ പാവപ്പെട്ട സ്ത്രീ പോയി പറക്കിയെടുത്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കും. ടോക്കിംഗ് അബൌട്ട് റിക്കീസ് മദർ, ഷീ ഈസ് വർക്കിംഗ് ആസ് എ മാനേജർ ഇൻ എ ബാങ്ക്. ഒരു ബാങ്കിലെ മാനേജറായിരുന്നു റിക്കിയുടെ അമ്മ എന്ന് പറയുന്നത്. എന്നും മോർണിംഗിൽ ബാങ്കിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും റിക്കിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers. ഇങ്ങനെ എന്തൊക്കെ പണികൾ കൊടുത്താലും നമ്മളുടെ റിക്കി കളിച്ചുകൊണ്ടേയിരിക്കും. റിക്കിയുടെ അടുത്ത് രാവിലെ ഈ അമ്മയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് അമ്മ പറയും, സ്കൂൾ ബാഗ് എടുത്ത് അവിടെ വെക്കൂ, ക്ലോത്ത്സ് എടുത്ത് വാഷിംഗ് മെഷീനിലിടൂ, ടിഫിൻ ബോക്സ് കഴുകി വെക്കൂ, ഷർട്ട് അയൺ ചെയ്യൂ. എവിടെ നിന്ന് റിക്കി ഉണ്ടോ കേൾക്കുന്നത്? റിക്കി കേൾക്കത്തില്ല. റിക്കിക്ക് എപ്പോഴും കളി തന്നെ കളി. വീട്ടിലെ പ്രധാനപ്പെട്ട പണികൾ ഒന്നും തന്നെ റിക്കി ചെയ്യത്തില്ല. എങ്കിൽ പോലും ഒരു ദിവസം പെട്ടെന്ന് റിക്കിയുടെ പേരൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിലുള്ള ഒരു റോബോട്ടിനെ, ഒരു ബട്ട്ലർ റോബോട്ടാണ്, ഈ മെയ്ഡ് സെർവൻസ് ഒക്കെ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന റോബോട്ടാണ്. ഈ റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പേരൻസിനെ പോലെ തന്നെ അത്രയ്ക്കുള്ള സന്തോഷം ഉണ്ടായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു നമ്മളുടെ റിക്കി. പേരൻസിന് സന്തോഷമുള്ളത് നമുക്ക് പറയാം, കാരണം അവരുടെ ജോലി പകുതിയായിട്ട് അങ്ങ് കുറഞ്ഞ്. പക്ഷെ റിക്കി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല.
എന്നിട്ടും റിക്കിക്ക് അതേ പേരൻസിൻ്റെ അതേ സന്തോഷമായിരുന്നു. നമ്മുടെ റോബോട്ടാണെങ്കിൽ വന്ന ഉടനെ കിച്ചണിൽ കയറിയിട്ട് കുക്കിംഗ് തുടങ്ങി, അയണിങ് തുടങ്ങി, ക്ലീനിങ് തുടങ്ങി, ഈ പരിപാടികളെല്ലാം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചത് ഈ പണിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് റിക്കിയുടെ ക്ലോത്ത്സ് അവിടെ എവിടെയും ചിന്നിച്ചെതറി കിടന്ന്, കാരണം റിക്കി അങ്ങനെയാണല്ലോ, വലിച്ചു വാരി ഇടുവലാണല്ലോ. അപ്പോൾ അവിടെ ഇവിടെ കിടക്കുന്ന റിക്കിയുടെ തുണികൾ എടുത്ത് മടക്കി വെക്കുക, ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളുടെ റോബോട്ട് അവിടെ അനുഭവിച്ച ഏറ്റവും വലിയ ടാസ്ക്. ആദ്യത്തെ ദിവസം റിക്കി ഉറങ്ങാൻ നേരത്തേക്ക് ആ ബെഡ്റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഡിസാസ്ട്രസ് ആയിരുന്നു. ഒരു യുദ്ധഭൂമി കണക്കെയായിരുന്നു. കാരണം എവിടെയൊക്കെയോ ഏതൊക്കെയോ തുണികളൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും the room was so clean, perfectly neat and tidy ആയിട്ടുള്ളൊരു റൂമാണ് റിക്കി കണ്ടത്. അപ്പം റിക്കി തന്നെ സ്വന്തമായിട്ട് പറഞ്ഞു, വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്. അങ്ങനെ പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. കാരണം റിക്കി അങ്ങനെ സാധാരണ തൻ്റെ റൂം ഇത്രയും ക്ലീൻ ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീറ്റ് ആൻഡ് ടൈഡി ആണ്, ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞല്ലോ, ഇത് കുറച്ച് എക്സ്ട്രാ ക്ലീൻ ആയിപ്പോയി. കാരണം റിക്കി കുറച്ച് നേരം കൊണ്ട് നോക്കുന്നുണ്ട്, എൻ്റെ ഷർട്ടൊക്കെ എവിടെ, എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ. പക്ഷേ ഇതൊന്നും അവിടെ കാണുന്നതേ ഇല്ല. അത് കണ്ടെത്താൻ പോലും പറ്റാത്ത രീതിയിൽ അത് ക്ലീൻ ആയിപ്പോയി. ഉടൻ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ റിക്കിയും ചെയ്തു. അമ്മയെ വിളിച്ചു, അമ്മ എൻ്റെ ടീഷർട്ട് എവിടെ, എൻ്റെ ഫുട്ബോൾ എവിടെ, ഈ കാര്യങ്ങളൊക്കെ എവിടെ, ഫുട്ബോൾ കളിക്കാനുള്ള എൻ്റെ ബോൾ എവിടെ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഉടനെ വിളിച്ചു വരുത്തി. അവിടെ ഒരു വാക്ക് കണ്ടോ, പെസ്റ്റേഡ്. പെസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യുക. അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറേ നടന്ന് ശല്യം ചെയ്തു. എൻ്റെ ടീഷർട്ട് എന്തിയേ, എൻ്റെ ബോൾ എന്തിയേ. അവസാനം അവൻ തന്നെ ആ വീട് ഫുൾ അരിച്ചു പറക്കിയിട്ടും ഒന്നും കാണുന്നില്ല. ഇതല്ല എന്നാൽ എവിടെ പോയി കിടക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം അപ്പോഴും നമ്മളുടെ റിക്കിയുടെ മൈൻഡിലുണ്ടായിരുന്നു. എത്ര നോക്കിയിട്ടും ഈ 2 ഐറ്റവും കാണുന്നില്ല. അത് മാത്രമല്ല, ഇതുപോലെ പല സാധനങ്ങളും മിസ്സാവാനായിട്ട് തുടങ്ങി. ഉടനെ റിക്കിക്കൊരു സംശയം വന്നു, ഇനി ഈ റോബോട്ട് എങ്ങാനും. ഉടൻ തന്നെ റിക്കി ഒരു പ്ലാൻ ഇട്ടു. ഈ റോബോട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞിരുന്ന് നമുക്കൊന്ന് വീക്ഷിച്ച് നോക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ റോബോട്ട് എന്തെങ്കിലും ചെയ്തിട്ടാണോ എൻ്റെ കാര്യങ്ങൾ മിസ്സായതെന്ന്. പ്ലാൻ എന്തായാലും സക്സസ് ആയിരുന്നു. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടിച്ചു. നമ്മളുടെ റോബോട്ട് റിക്കിയുടെ ഒരു തുണി, ഇങ്ങനെ തറയിൽ കിടന്ന തുണി ഇങ്ങനെ പിക്ക് ചെയ്തെടുത്ത സമയത്ത് തന്നെ നമ്മളുടെ റിക്കി അത് കണ്ട്. ആ തുണി വെച്ചിട്ട് റോബോട്ട് എന്ത് ചെയ്യുന്നതെന്നും കൂടെ അറിയണ്ടേ. അതുകൊണ്ട് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ പതുക്കെ പതുക്കെ ഈ റോബോട്ടിനെ ഫോളോ ചെയ്ത് റിക്കി പോയി. അപ്പോൾ റിക്കി നോക്കുമ്പം ഈ റോബോട്ട് ആ ടീഷർട്ട് എടുത്ത് മടക്കി, വളരെ നീറ്റായിട്ട് മടക്കിയിട്ട് ഒരു പൈൽ ഓഫ് ക്ലോത്ത്സ്, ഒരു ക്ലോത്ത്സിൻ്റെ ഒരു കൂമ്പാരം ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. ആ ക്ലോത്ത്സിൻ്റെ സ്റ്റോർ റൂമിനകത്തുള്ള ഒരു പൈൽ ഓഫ് ക്ലോത്ത്സിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുവാണ് ചെയ്യുന്നത്. ഇത് കണ്ടതും സ്പോട്ടിൽ തന്നെ റിക്കി തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ടില്ലേ, അത് എന്തോ തകരാറുണ്ട്. അത് എൻ്റെ കാര്യങ്ങളൊക്കെ, എൻ്റെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. ഫിൽച്ച്ഡ് മീൻസ് ടു സ്റ്റീൽ. ഫോൾട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ തകരാറുണ്ട്. അതിന് കൂടെ തന്നെ പറയുന്നുണ്ട്, ഇവർ ഈ റോബോട്ടിനെ, അതായത് ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയോ തകരാറാണ് വരുത്തി വെച്ചേക്കുന്നത്, പ്രോഗ്രാമിങ്ങിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വേണ്ട, ഇതിനെ തിരിച്ചയച്ചേരെ, സെൻഡ് ഹിം ഓഫ്. ഇതിനെ വന്ന് എവിടെ നിന്നാണോ വാങ്ങിച്ചത് അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചേരെ. ഇത് കേട്ടതിന് ശേഷം റിക്കിയുടെ ഫാദർ പറഞ്ഞു, അബ്സല്യൂട്ട്ലി നോട്ട്, ഒരിക്കലുമല്ല. കാരണം പുള്ളിക്കാരനും റോബോട്ടിക്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഒരു എക്സ്പേർട്ടായിരുന്നു. റോബോട്ട്സിനെ പറ്റിയിട്ടും യന്ത്രങ്ങളെ പറ്റിയിട്ടും നല്ലൊരു ഐഡിയ ഉള്ള മനുഷ്യനായിരുന്നു റിക്കിയുടെ ഫാദർ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ റോബോട്ട് വന്നതിൻ്റെ പേരിൽ വളരെയധികം സന്തോഷവാനായിരുന്നു ഈ ഫാദർ. ഡിലൈറ്റഡ്, ഭയങ്കര സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. ഭയങ്കര ദുർവാശിയുള്ളൊരു മനുഷ്യനായിരുന്നു റിക്കി എന്ന് പറയുന്നത്. പക്ഷെ അച്ഛൻ്റെ കേസ് വരുമ്പം ഈ റോബോട്ട് വന്നതിന് ശേഷം നല്ല കാര്യങ്ങൾ മാത്രമേ ആ ഫാമിലിയിൽ നടന്നിട്ടുള്ളൂ. അയാൾക്ക് അത്രയും ജോലി ചെയ്യണ്ട, ഭാര്യയ്ക്ക് ഇത്രയും ജോലി ചെയ്യണ്ട, എല്ലാ വർക്കും പെട്ടെന്ന് തന്നെ നടക്കും. പക്ഷേ റിക്കിക്ക് ഒരേ പിടിവാശി, ഇതിനെ ഇപ്പം തന്നെ എടുത്ത് തിരിച്ചു അയക്കണം, എനിക്കിതിനെ ഇവിടെ കാണണ്ട, ഗെറ്റ് റിഡ് ഓഫ് ദ റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെക്കുവാണ്. അതിനുശേഷം അച്ഛനും മോനും കൂടെ അങ്ങ് തർക്കമായി, ആർഗ്യുമെൻറ്റ് വന്നു. അപ്പോൾ ഫാദർ പറയുന്നു, എത്ര
നല്ല മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് റോബോട്ട് എന്ന് പറയുന്നത്. റോബോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് നോക്കിയില്ലേ, നിനക്കത് കാണാൻ പറ്റുന്നില്ലേ? അപ്പം റിക്കി പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അവൻ നല്ലത്, അതായത് ഈ റോബോട്ട് നല്ലത് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ പ്രശ്നങ്ങളാണ് വരുത്തി വെക്കുന്നത്. ആൾക്കാരെ അല്ലെങ്കിൽ ആൾക്കാരുടെ സാധനങ്ങൾ നശിപ്പിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ഫാദർ പറയുന്നു, യു ആർ റോങ് റിക്കി. നിനക്ക് ഹൗ എ റോബോട്ട് വർക്ക്സ് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നിനക്ക് വലിയ ധാരണയൊന്നുമില്ല. റോബോട്ട് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്തുള്ള വർക്കിംഗ്, ആ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും നിനക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഉടനെ റിക്കി പറഞ്ഞു, ദിസ് റോബോട്ട് ഈസ് പ്രോപ്പർലി പ്രോഗ്രാംഡ്. കറക്റ്റായിട്ടുള്ള രീതിയിലല്ല പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്. അത്തരത്തിൽ റോങ് ആയിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്ത് ബാഡ്ലി പ്രോഗ്രാംഡ് ആയിട്ടുള്ളൊരു റോബോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബിഗ് പ്രോബ്ലംസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ബിഗ് ഹ്യൂജ് പ്രോബ്ലംസ്. എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാണ്ട് റിക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കംപ്ലൈൻറ്റ്സ്. റോബോട്ട് അത് ചെയ്തു, ഇത് ചെയ്തു, എൻ്റെ സാധനങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ചു. റോബോട്ട് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് റോബോട്ട് ഈസ് യൂസ്ലെസ് എന്നുള്ള കാര്യം പറഞ്ഞാണ് ഈ റിക്കി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. One day, the robot who was whirling past heard the boys' complaints. ഒരു ദിവസം ആ വഴി കൂടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന റോബോട്ട് റിക്കിയുടെ കംപ്ലൈൻറ്റ് കേൾക്കാനായിട്ട് ഇടയായി. ഉടൻ തന്നെ എവിടുന്നോ റിക്കിയുടെ ഒരു പെയർ ഓഫ് ഷൂസും എടുത്തിട്ട് കുറച്ച് ക്ലോത്ത്സും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് റിക്കിയുടെ കയ്യിൽ തന്നെ റോബോട്ട് തിരിച്ചു കൊടുത്തു. എന്നിട്ട് തൻ്റെ മെറ്റാലിക് വോയിസ്, റോബോട്ടിൻ്റെ വോയിസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ മെറ്റാലിക് വോയിസിൽ റിക്കി എടുത്ത് റോബോട്ട് പറഞ്ഞു, ഹിയർ സർ, ഇതാ നിങ്ങളുടെ സാധനങ്ങൾ. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ സാധനങ്ങൾ മാറ്റി വെക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട്, നിങ്ങളെ അലട്ടുന്നൊരു പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ റിക്കി ചോദിച്ചു, അത് അലട്ടാതിരിക്കുന്നു നീ എന്താ അങ്ങനെ വിചാരിച്ചേ? അതെങ്ങനെയാണ് എന്നെ അലട്ടാതിരിക്കുന്നത്? എൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റിയ കള്ളാ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ അതിനുള്ള മറുപടി റോബോട്ട് കൊടുത്തു. റോബോട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഇതിലെ കൂടെ പോകുമ്പം തറയിലെല്ലാം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ചിന്നിച്ചിതറി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ സാധനങ്ങളും ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ തറയിൽ ചിന്നിച്ചിതറി ഇടണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആയിരിക്കണം. എന്നെ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചതേ ഇതുപോലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ആർക്കും വേണ്ടാത്ത കാര്യങ്ങൾ കളക്ട് ചെയ്ത് മാറ്റുക എന്നുള്ള കാര്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഈ ഫ്ലോറിലെല്ലാം കിടക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് രാത്രിയാവുമ്പം ഇതാർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ആവശ്യമുള്ളവർ മനുഷ്യന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഞാനെന്ന് പറയുന്നത് മാക്സിമം എഫിഷ്യൻസി മെഷീനാണ്. എല്ലാ കാര്യങ്ങളും വളരെ കാര്യപ്രാപ്തമായിട്ട് ചെയ്യുന്ന 100% ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു മെഷീനായിട്ടാണ് എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചത്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന് തിരിച്ച് റിക്കിയോട് ഈ മെഷീൻ, അതായത് റോബോട്ട് തിരിച്ച് ചോദിക്കുവാണ്. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ്, ഞാൻ ഭയങ്കര മാക്സിമം എഫിഷ്യൻസി മെഷീനാണ്, എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കത് അറിയില്ലായിരുന്നോ എന്നിങ്ങനെ പ്രൗഡായിട്ട് തന്നെ ചോദിക്കുവാണ്. റിക്കിക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും അയ്യടാന്നായിപ്പോയി, അഷെയിംഡ്. അത് തന്നെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ താൻ ചെയ്ത ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ച് റിക്കിക്ക് ഭയങ്കരമായിട്ടങ്ങ് നാണക്കേട് വന്നു. കാരണം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് റിക്കി ചെയ്തതെന്ന് റോബോട്ട് വഴിയാണ് റിക്കി മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ ഇത്രയും കാലവും തൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ തനിക്ക് തൻ്റെ പാരൻസ് വാങ്ങിച്ചു തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളെ പോലെയാണ് ഞാൻ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് റിക്കിക്ക് മനസ്സിലാവുന്നത്. ആ സമയത്തൊന്നും തന്നെ റിക്കിക്ക് ഇതിൻ്റെ വാല്യൂ ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ഹി കെയർഡ് ഫോർ നത്തിങ്. ഒന്നും അവന് വാല്യൂ ഉള്ള സാധനമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അവ അറിയുന്നത്, താനിങ്ങനെ വലിച്ചെറിയുന്ന കാര്യങ്ങൾക്ക് വരെ ആവശ്യക്കാരായിട്ട് ഒരുപാട് പേര് വെളിയിലുണ്ട്. അവർക്കൊക്കെ ഞാനിങ്ങനെ വേണ്ട എന്ന് പറയുന്ന എനിക്കൊട്ടും വാല്യൂ ഇല്ലാത്ത സാധനങ്ങൾ വളരെയധികം വാല്യൂ ഉള്ളതായിട്ട് കണക്കാക്കുന്ന ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട്. പക്ഷേ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള എൻ്റെ പേരൻസ് കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചെന്ന സാധനങ്ങളെല്ലാം യൂസ്ലെസ് ആയിട്ട് കളയുന്ന ഞാൻ എന്തൊരു മോശം സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. ഈ റിയലൈസേഷനാണ് അവിടെ റിക്കിക്ക് വരുന്നത്. മറ്റുള്ള ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളെ വളരെയധികം വാല്യൂ ചെയ്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്.
അത് മനസ്സിലാക്കി തന്നത് ഈ റോബോട്ടാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ താൻ വിചാരിച്ചിരുന്ന ബാഡ്ലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള റോബോട്ടല്ല ഈ നിൽക്കുന്ന ബട്ട്ലർ റോബോട്ടെന്നും വളരെ വെൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാക്സിമം എഫിഷ്യൻസി റോബോട്ടായിട്ട് എന്നുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്ത ഒരു സൂപ്പർ റോബോട്ടാണെന്നുള്ള കാര്യം നമ്മളുടെ റിക്കി ഈ സമയത്ത് മനസ്സിലാക്കുന്നു. ആ ഒരു സമയം തൊട്ട് റിക്കി തീരുമാനിക്കുന്നു, ഞാനും ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറും. വെൽ മാനേർഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് ഞാൻ മാറും. എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണോ ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ഞാനതിന് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തുമില്ല, ഞാനിതൊന്നും വലിച്ചെറിയാനും പോകുന്നില്ല. ഓൾസോ എനിക്കിപ്പോൾ എന്താണോ ആവശ്യം അത് മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒന്നും തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതുമില്ല. മറ്റൊരു കാര്യം കൂടെ റോബോട്ടിൽ നിന്ന് കടമെടുക്കുവാണ്. റോബോട്ടിൻ്റെ ആ ഒരു ഐഡിയോളജി, റോബോട്ടിൻ്റെ മൈൻഡിലുള്ള റോബോട്ടെന്ന് പറഞ്ഞാൽ ലിറ്ററലി റോബോട്ടിന് മൈൻഡ് ഇല്ലെങ്കിൽ കൂടി റോബോട്ടിൻ്റെ പ്രവൃത്തിയിൽ നിന്നും ഒരു കാര്യം നമ്മളുടെ റിക്കി അഡാപ്റ്റ് ചെയ്യുവാണ്. റിക്കിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ കുറച്ച് പൈസ എടുത്തിട്ട് പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ റോബോട്ടിനെ കണ്ട് പഠിച്ചിട്ട് നമ്മളുടെ റിക്കി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് റിക്കിക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്